നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. എബ്രഹാമും ജെസ്സിയും പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും സാറയുടെ നോട്ടം മുഴുവൻ മുറ്റത്തേക്കായിരുന്നു. തൻ്റെ മക്കൾ കുഞ്ഞിനെയും കൊണ്ട് വേഗം വരുന്ന നോക്കി പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് സാർ. അവരുടെ പ്രതീക്ഷ പോലെ ആ മുറ്റത്തേക്ക് 2 കാറുകൾ വന്നു നിന്നു. മുഖമാഞ്ഞു തുടച്ച് വിടർന്ന കണ്ണുകളുടെ സാർ അങ്ങോട്ടേക്ക് നോക്കി. കുഞ്ഞിപ്പെണ്ണെ പൊതിഞ്ഞു പിടിച്ച നീയെ ചേർത്ത് പിടിച്ച ആൽഫി, പിറകെ അനുവും ശിവയും, പിന്നെ അവരുടെ കൂടെ ലിയോണും കാർത്തികയും അകത്തേക്ക് കയറി. കുഞ്ഞേ, അമ്മച്ചിയുടെ ബാവേ, എന്റെ കുഞ്ഞേ. സാറോട് നീയേക്കടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ പിടിച്ചു നോക്കി. മോൾ ഉറങ്ങി സാറമ്മേ, ഇനി ഉണർത്തണ്ട. ഗൗരവത്തിൽ നീ അവരോട് പറഞ്ഞതും സാറയുടെ മുഖം പെട്ടെന്ന് മങ്ങി. നീയുടെ പ്രതികരണം കണ്ട ജെസ്സിയുടെ മുഖം ഒന്ന് വിടർന്നു. പ്ലാൻ ഏറ്റ പോലെ ചിരി അവരിൽ ക്രിസ്റ്റീനയിലും ഉണ്ടായി. മോനെ, കുഞ്ഞിനെ എങ്ങനെയുണ്ടടാ? കുഴപ്പമൊന്നുമില്ല പപ്പ, ഓക്കെയാണ്. നീയ മോളെ പപ്പയുടെ റൂമിലേക്ക് കൊണ്ടുകരുത്. എബ്രഹാമിനോട് മറുപടി കൊടുത്തിട്ട് നീയെ നോക്കി ആൽഫി പറഞ്ഞതും അവൾ കുഞ്ഞിനെയും കൊണ്ട് എബ്രഹാമിന്റെ മുറിയിലേക്ക് പോയി. ക്ലാര ചേച്ചി കൂടെ ചെല്ലി. ആളിൽ മാറിയെന്ന ജോലിക്കാരെ ക്ലാരയെ കൂടെ നോക്കി ആൽഫി വിളിച്ചു പറഞ്ഞതും ക്ലാര തലയാട്ടിക്കൊണ്ട് വേഗം നീയേക്ക് പിറകെ പോയി. ആൽഫി, നീയാ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിന്റെ തീരുമാനങ്ങൾക്കൊന്നും ഇതുവരെ പപ്പ എതിർത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ പറയുന്നു, കുഞ്ഞിന്റെ ജീവൻ ആപത്ത് വരുത്താൻ നോക്കി ഇവര് ഇനി ഇവിടെ വേണ്ട. ഇവരുടനെ പറഞ്ഞു വിടണം. വിട്ടേക്കാം. എന്റെ കുഞ്ഞിനെ നോവിച്ചവരെ ഇന്ന് തന്നെ ഈ പടിയിറക്കും ഞാൻ. തലകുനിച്ച് നിൽക്കുന്ന സാറയെ നോക്കി എബ്രഹാം പറഞ്ഞതും ആൽഫിയുടെ ശബ്ദം അവിടെ ഉയർന്നു. വിധി പറയും മുന്നേ ഒരു വിചാരണ ആവശ്യമുണ്ടല്ലോ. സോ സാറമ്മേ, പറ, എന്താ ശരിക്കും നടന്നേ? മോനെ, കുഞ്ഞിയെ കുളിപ്പിക്കാൻ ഞാൻ ബാത്റൂമിൽ കൊണ്ട് നിർത്തി. അപ്പൊ ജെസ്സിയുടെ വലിയ വായിലുള്ള നിലവിളി കേട്ട് അതെന്താന്ന് അറിയാനായി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും കുഞ്ഞ് ബാത്റൂമിൽ കയറിയിട്ടേ ഇല്ല. കുഞ്ഞതിന് വെളിയിൽ നിന്ന് കളിക്കുമായിരുന്നു. 1 മിനിറ്റ് ഞാൻ പുറത്തേക്ക് വന്നുള്ളൂ വെച്ചു. അപ്പൊ കണ്ടു ജെസ്സി സ്റ്റെപ്പിൽ വീണ് കിടന്ന് കരയുന്നതാ. അതൊന്ന് ചെന്ന് നോക്കിയതാ ഞാൻ. അപ്പോഴേക്കും അനുവിന്റെ നിലവിളി കേട്ടു. അവൾ കുഞ്ഞിപ്പെണ്ണയും എടുത്തോണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നതാ പിന്നെ ഞാൻ കാണുന്നേ. അവനോട് പറഞ്ഞു കഴിഞ്ഞതും വിരുമ്പിപ്പോയിരുന്ന സാറ. ജെസ്സി ആന്റി, ഈ പറയുന്നത് ശരിയാണോ? നിങ്ങൾ സ്റ്റെപ്പിൽ വീണോ? ജെസ്സിക്ക് നേരെ തിരിഞ്ഞ് ആൽഫി ചോദിച്ചതും അത് മോനെ, ഞാൻ വീണെന്നുള്ളത് ശരിയാ. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീണ് ഞാൻ അപ്പം തന്നെ എഴുന്നേറ്റ് പോയി. അവര് തപ്പി തടഞ്ഞ് വെപ്രാളത്തിൽ വേഗത്തിൽ മറുപടി പറഞ്ഞു. അപ്പൊ നീയെയും ക്ലാര ചേട്ടതിയും പപ്പയും താഴെ, ജെസ്സി ആന്റിയും സാറമ്മയും മനുവും മുകളിലത്തെ നിലയിൽ. അപ്പൊ ഈ വീട്ടിലെ ബാക്കിയുള്ള ഒരാൾ കൂടി ഉണ്ടല്ലോ, അവൾ എവിടെയായിരുന്നു? ആൽഫി ചോദിച്ചത് കേട്ടതും ജെസ്സി ഒന്ന് മുന്നിലിറക്കി. ക്രിസ്റ്റീനയാണ് അവൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി അവൾ വിറക്കാൻ തുടങ്ങി. മറിഞ്ഞു എന്നത് കേട്ട ക്രിസ്റ്റീനക്കും പെട്ടെന്ന് പേടിയായി. അവൾ തിരിഞ്ഞ് തന്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും ക്രിസ്റ്റീന, ഉച്ചത്തിലുള്ള ആൽഫിയുടെ വിളി അവിടെ ഉയർന്നു. അവന്റെ ശബ്ദത്തിൽ ഞെടുങ്ങിപ്പോയിരുന്നു ക്രിസ്റ്റീനയും ജെസ്സിയും. ക്രിസ്റ്റീന പതിയെ അങ്ങോട്ട് നടന്ന് ആൽഫിക്ക് മുന്നിലായി വന്നു നിന്നു. രാവിലെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നീ എവിടെയായിരുന്നു? അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കടുപ്പത്തിൽ അവൻ ചോദിച്ചു. ഞാനൊന്നും അറിഞ്ഞില്ല. ഞാനിത് മുഴുവൻ എൻ്റെ മുറിയിലായിരുന്നു. തലയുയർത്തി അവരെ നോക്കാതെ തന്നെ വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അടുത്ത നിമിഷം കാരണത്തെ ആടിക്കൊണ്ട് ക്രിസ്റ്റീന നിലംപതിച്ചു. കവള് പൊത്തിപ്പിടിച്ച് നിലത്ത് കിടന്നവൾ തല പൊക്കി നോക്കിയതും കാണുന്നത് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ സംഹാര രൂപിയെ പോലെ തനിക്ക് മുന്നിൽ നിൽക്കുന്ന നീയാണ്. നിനക്കറിയില്ല അല്ലടി. വിറക്കുന്ന മുഖത്തോടെ നിലത്ത് കിടക്കുന്നവളെ നോക്കി നീ അലറിയതും ക്രിസ്റ്റീന ഒരു നിമിഷം അവളുടെ മുഖം കണ്ട് പേടിച്ചു പോയി. ജെസ്സിയും അതെ. പറയടി, നീ ഇന്ന് മുഴുവൻ നിന്റെ മുറിയിലായിരുന്നു. പറയടി. നിലത്ത് വീണ് കിടക്കുന്നവളെ കൈക്ക് പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും കണ്ണത്തൊന്ന് ആഞ്ഞു പൊട്ടിച്ചുകൊണ്ട് കലിയോടെ ചോദിച്ചു നീ. അയ്യോ, ഇത് എന്റെതാണ് നീ എന്റെ മോളെ ഈ ചെയ്യുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ജെസ്സി ഓടി വന്ന് നീയക്കും ക്രിസ്റ്റീനക്കും ഇടയിൽ കയറിയതും ദേ തള്ളേ, അങ്ങോട്ട് മാറി നിന്നോ, ഇല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ വേണമെന്ന് വെക്കില്ല ഞാൻ. എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങും. അരിശമൂത്ത് നീ അവർക്ക് നേരെ ചീറിയതും ജെസ്സി അവരുടെ പിറകോട്ട് വെച്ചു പോയി. മോളെ നീ എന്താ ഈ കാണിക്കുന്നേ? എന്തിനാ അവളെ ഇങ്ങനെ തല്ലുന്നേ? പെട്ടെന്നുള്ള നീയുടെ പ്രവൃത്തിയിൽ ഞെട്ടി എബ്രഹാം മുന്നോട്ട് ചെന്ന് അവളോട് ചോദിച്ചു. അങ്ങനെ ചോദിക്കിച്ചായ, എന്റെ കൊച്ചിനെ ഇങ്ങനെ തല്ലാൻ ഇവൾക്ക് ആരെ ഇവിടെ അധികാരം കൊടുത്തേ? എബിച്ചായന്റെ വാക്കിന്റെ പുറത്ത് ഈ വീട്ടിലെ അവളുടെ മുറിയിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ടില്ല എന്റെ മോള്. അറിയോ നിനക്കൊക്കെ? എന്നിട്ടാ ഇല്ലാത്തത് പറയുന്നേ. എബ്രഹാം നീയോട് ചോദിക്കുന്നത് കണ്ട് ജെസ്സി പെട്ടെന്ന് നീയേക്ക് മുന്നേ ചെന്നെന്ന് പറഞ്ഞു.
അത് കേട്ട് നീ അരിശത്തോട് അവർക്ക് നേരെ എന്തോ പറയാനാഞ്ഞതും ആൽഫി അവളുടെ കയ്യിൽ പിടിച്ചു. അവളെ പിറകിലേക്ക് മാറ്റി അവൻ അവൾക്ക് മുന്നിലേക്ക് വന്നു നിന്നു. ഉള്ളിൽ തിരച്ചു കയറി വന്ന കോപത്തെ ഒരു നിമിഷം അടക്കി നിർത്തിയിരുന്നു നീ. അപ്പോൾ ക്രിസ്റ്റീനയോട് ചോദിക്കാനുള്ള അധികാരം ഇവക്കില്ലെങ്കിൽ ഞാൻ ചോദിക്കാം അവളോട്. ഒന്നുമില്ലും അവളെന്നെ കേട്ടാൻ നടക്കുന്നതല്ലേ? ഗൗരവം നിറഞ്ഞ മുഖത്തോടെ മുന്നിലേക്കുന്നവരെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചതും ജെസ്സി ഒന്ന് മുന്നിലിറക്കിപ്പോയി. പിന്നെന്താ നീ ചോദിച്ചോ മോനെ, പേടിക്കേണ്ട കാര്യം എന്റെ മോൾക്കില്ല. നിന്റെ കുഞ്ഞിനെ കുളിപ്പിക്കാനെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് കൊണ്ടുപോയത് ദേ ഈ നിൽക്കുന്ന സാറയാ. ഞാൻ എന്നെ കണ്ടുകൊണ്ട് കണ്ടതാ അത്. എന്നിട്ട് ആ ഇള്ള കുഞ്ഞിനെ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് എല്ലാവരുടെയും മുന്നിൽ പാവത്തെ പോലെ അഭിനയിക്കുവാ ഇവര്. മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ചിന്തയിൽ അടുത്ത് നിൽക്കുന്ന സാറയെ ചൂണ്ടി ജെസ്സി പറഞ്ഞു തീർന്നതും എനിക്ക് ചോദിക്കാനുള്ളത് ക്രിസ്റ്റീനയോടാ. മറുപടി അവള് തന്നാ മതി. ഉച്ചത്തിൽ ആൽവിയുടെ ശബ്ദം അവർക്ക് നേരെ ഉയർന്നു. വിറങ്ങലിച്ചു പോയ ജെസ്സി പെടുന്നതിന് അവന്റെ മുന്നിൽ നിന്ന് മാറി അവർക്ക് പിറകിൽ നിന്ന് ക്രിസ്റ്റീന തന്റെ മുന്നിലേക്ക് നടന്നു വരുന്നവനെ കാണുക തലകുറിച്ചു. അവൻ അവൾക്ക് അടുത്തേക്ക് നീങ്ങി നിന്നതും തന്റെ ശരീരം കിടുകിടാ വിറക്കുന്നത് ക്രിസ്റ്റീന അറിഞ്ഞു. പറ. മുന്നിൽ കുടിഞ്ഞു നിൽക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചു. മമ്മ പറഞ്ഞതുപോലെ ഞാൻ മുറി തന്നെയായിരുന്നു. എന്നോട് മുറിക്ക് വെളിയിൽ ഇറങ്ങിയിരുന്നെന്ന് എവിപ്പയുടെ താക്കിയതുള്ളത് കൊണ്ട് ഞാൻ വേറെ പോയില്ല. വെപ്രാളത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന കണ്ണുകളോട് ക്രിസ്റ്റീന പതിയെ പറഞ്ഞു. ഉറപ്പല്ലേ? അവളിൽ നിന്ന് നോട്ടം മാറ്റാതെ തന്നെ കടുപ്പിച്ച് അവൻ ചോദിച്ചു. അതെ. പിടിക്കപ്പെടില്ലെന്ന് ആത്മവിശ്വാസത്തിൽ ക്രിസ്റ്റീന പറഞ്ഞു. ആരൂരത് കേട്ട് കൈ ധരിച്ചു വന്നു. പണ്ട് ഇതുപോലെയാണ്. ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് എല്ലാവർക്കും മുന്നിൽ നിന്നവൾ പറഞ്ഞു. ശിവ. ക്രിസ്റ്റീനയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാന്ന് ആൽഫി വിളിച്ചതും കാലിപൂണ്ട് അവിടെ നിന്ന് ശിവ നേരെ അവിടുത്തെ ലിവിംഗ് റൂമിലെ ടിവിയിൽ തന്റെ ഫോൺ കണക്ട് ചെയ്ത് അത് ഓൺ ചെയ്തു. ആൽഫി ഒഴുകി അവിടെ കൂടിയുന്ന എല്ലാവരുടെയും കണ്ണുകൾ അതിലേക്ക് ചേർന്നു. ക്രിസ്റ്റീനയുടെ അടക്കം. സാറമ്മ കുഞ്ഞിപ്പെണ്ണയും കൊണ്ട് നീയുടെയും ആൽഫിയുടെയും മുറിയിലേക്ക് കയറി പോകുന്നു. പിറകെ ജെസ്സി ആ മുറിയുടെ വാതിൽ വരെ ചെന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് വേഗം പോയി സ്റ്റെപ്പിന്റെ അവിടെ ചെന്ന് വീഴുന്നു, നിലവിളിക്കുന്നു. അപ്പൊ സാറ മുറിയിൽ നിന്നിറങ്ങി ജെസ്സിക്ക് അടുത്തേക്ക് പോകുന്നു. ആ ഗ്യാപ്പിൽ കഥകിന്റെ മറവിൽ ഒളിഞ്ഞിരുന്ന ക്രിസ്റ്റീന മുറിക്കകത്തേക്ക് ഓടിക്കയറുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും മനു ആ മുറിയിലേക്ക് ഓടിപ്പോവുകയും അടുത്ത സെക്കൻഡിൽ കുഞ്ഞിപ്പെണ്ണ കൈകളിൽ വാരി പൊതിഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയിരുന്നു. CCTVയിൽ നിന്നുള്ള വിശ്വാസം അത്രയും ആ TV-യിൽ പ്ലേ ചെയ്ത് നിർത്തി. അതെല്ലാം കണ്ട ജെസ്സിയുടെ മുഖം വിളവി. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ശരീരം വിറക്കാൻ തുടങ്ങി. ക്രിസ്റ്റീനയാണെങ്കിൽ നിന്ന് വിയർക്കാൻ തുടങ്ങി. ശ്വാസഗതി കൂടി വിറക്കുന്ന മുഖത്തോടെ TV-യിൽ നിന്നും തല പതിയെ ചെരിച്ചു നോക്കി. അപ്പോൾ കണ്ടു നീല കണ്ണുകൾ മുഴുവനും ചുവന്നു കയറി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന തന്നിൽ തന്നെ ദൃഷ്ടി വെച്ച് നിൽക്കുന്നത്. വിറച്ചുകൊണ്ട് അത്രയും പറഞ്ഞതേ ഉള്ളൂ ക്രിസ്റ്റീന. അടുത്ത നിമിഷം അവൾ വായിൽ ഉയർന്നു പോയി. പോന്ന പൊലയാടി മോളെ, എന്റെ കുഞ്ഞിന്റെ മേലെ കൈവെക്കുന്നോടി. ക്രിസ്റ്റീനയുടെ കഴുത്തിൽ പിടിച്ച് പോക്കി അവളെ ഭിത്തിയിലേക്ക് ഇടിച്ച് ചേർത്ത് നിർത്തി കോപത്തോട്ട് അലറി ആൽഫി. അത് കണ്ണു നിന്നവരുടെ എല്ലാം കണ്ണ് തള്ളിപ്പോയി. പ്രേതത്തെ കണ്ട പോലെ വാ പൊളിച്ച് പേടിച്ച് നിന്നുപോയി ജെസ്സി. നീ എന്താടി കഴിവരുടെ മോളെ വിചാരിച്ച്? നിന്റെ പുടുത്ത നാവിൽ നിന്നും വരുന്നവർക്ക് അപ്പോഴേ വിഴുങ്ങാൻ നിൽക്കുന്നവനാ ഈ ആൽഫിയെന്നോ? ക്രിസ്റ്റീനയുടെ കഴുത്തിലുള്ള പിടിമുറുക്കി അവൻ അലറിക്കൊണ്ടേയിരുന്നു. കാലുകൾ നിലത്ത് വിട്ടാതെ ക്രിസ്റ്റീന ആൽഫിയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തി ശ്വാസം മുട്ടി മുഖത്തെ കളർ മാറാൻ തുടങ്ങി. അയ്യോ, എന്റെ മോളെ കൊല്ലല്ലേ മോനെ ആൽഫി, ഒന്നും ചെയ്യല്ലേ മോനെ, എന്റെ കുഞ്ഞിനെ കൊല്ലല്ലേ. ജെസ്സി ഓടി വന്ന് ആൽഫിയുടെ കാലിൽ പിടിച്ച് കരഞ്ഞു നിലവിളിച്ചു. എന്നാൽ അവന്റെ ചെവിയിൽ അതൊന്നും വീണില്ല. തന്റെ കുഞ്ഞിന്റെ മുഖം അവൾക്ക് നൊന്നെന്ന് അവനോട് പറഞ്ഞത് അത് മാത്രമായിരുന്നു അവന്റെ കണ്ണിലപ്പോൾ. കൂടെ നിന്നവർക്ക് ആർക്കും ജെസ്സിയുടെ കണ്ണുനീർ കണ്ട് ക്രിസ്റ്റീനയുടെ അവസ്ഥ കണ്ട് ഒരു അലിവും തോന്നിയില്ല. കാർത്തിക അടക്കം എല്ലാവരുടെയും മുഖത്ത് ദേഷ്യമായിരുന്നു. ഒന്നും അറിയാത്തൊരു പിഞ്ചു കുഞ്ഞിന്റെ മേലെ കൈവച്ച ക്രിസ്റ്റീനയോട് എല്ലാവർക്കും വല്ലാത്തൊരു വെറുപ്പ് തോന്നി. എബിച്ചായ, ഒന്ന് പറ അവനോട് എന്റെ കുഞ്ഞിനെ വിടാൻ, അവൾ മരിച്ചു പോകും, ഒന്ന് വിടാൻ പറച്ചായ. ജെസ്സി തിരിഞ്ഞോടി ബിയുടെ കാൽ ചുവട്ടിലേക്ക് ഇരുന്ന് പറഞ്ഞതും അടുത്ത നിമിഷം ബേബിയുടെ വലത് കൈ അവിടെ കവളിൽ വീണു. എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയിട്ട് മതിയായില്ല നിനക്ക് ഓൾറെഡി. ആരിശത്തോടെ അയാൾ അവർക്ക് നേരെ അലറി. നിനക്ക് നിന്റെ മകളെ തൊട്ടപ്പോ ഒന്നെങ്കിൽ എന്റെ മോനൊരു അപ്പനാടി, അവന്റെ ചോരയോ നീ നിന്റെ മോളും ഇല്ലാതാക്കാൻ നോക്കി. അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടണം ജെസ്സി. വർദ്ധിച്ചു വന്ന കോപമടക്കാനാവാതെ എബി പറയുമ്പോൾ അടികൊണ്ട കവൾ പൊത്തിപ്പിടിച്ച് അവരെ കണ്ണീരോടെ നോക്കി ജെസ്സി. അപ്പോഴും ആൽഫിയുടെ കൈകൾ ക്രിസ്റ്റീനയുടെ കഴുത്തിൽ നിന്ന് അയഞ്ഞിട്ടില്ലായിരുന്നു. സാറയുടെ കണ്ണുകൾ പെട്ടെന്ന് ഒരു വേള ക്രിസ്റ്റീനയിലേക്ക് നീണ്ടു. മൂക്കിൽ നിന്ന് ചോരയിൽ ചിറങ്ങി പിടയുകയാണ് വിളി. അപകടം മനസ്സിലായ സാറ ഓടി നീയൊക്കെ അടുത്തേക്ക് ചെന്നു. മോളെ മതി,
അവനോട് അവളെ വിടാൻ പറ, ഇല്ലേ ചത്തുപോകും ആ പെണ്ണ്. ചാവട്ടെ സാറമ്മേ, ഇവളെ പോലുള്ളവരൊക്കെ ഈ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്നതിന് നല്ലത് ഇങ്ങനെ ഒടുങ്ങുന്നതാ. അവർക്കടുത്ത് നിന്ന് അനു കലിയോടെ പറഞ്ഞു. ഒക്കെ ശരി അനു, അജുവിന്റെ കൈകൊണ്ട് വേണ്ട. ഇവളെ പോലൊരുത്തിയെ കൊന്നിട്ട് നമ്മുടെ ജീവിതം കളയണോ? ആ ജന്തുവിനെ തൊട്ട് നമ്മുടെ കൈ ചീത്തയാക്കണോ? അവനോട് നിർത്താൻ പറ മോളെ, നീ പറഞ്ഞാലേ അവൻ കേൾക്കൂ. സാറ വീണ്ടും പറഞ്ഞ് നീയെ തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ച് തുറന്നു. വേഗം ആൽഫിക്കടുത്തേക്ക് നടന്നു. മതി ചായ, വിടവളെ. ഇവ മാറിയുന്നോ നീ, കൊല്ലു ഞാനിവളെ. പിറകിൽ നിന്ന് അവന്റെ ദേഹത്ത് പിടിച്ചവൾ വലിച്ചതും ഭാവഭേദമില്ലാതെ ദേഷ്യത്തിൽ അവളോടായി പറഞ്ഞു ആൽഫി. പ്ലീസ് ചായ, മതി. ഇവിളിച്ച കൊന്നാ പിന്നെ എനിക്ക് കുഞ്ഞിന് വേറെ ആരാ ഉള്ളേ? ഇനി നിങ്ങൾ ഈ നഗത് പോകണു ചായ. ഞാൻ ഇരു കൈകൾ കൊണ്ടും അവനെ പിറകിന്ന് വട്ടം പിടിച്ച് നീയെ പറഞ്ഞത് ആൽഫിയുടെ കലിയും തുടങ്ങി. ഛേ! ദേഷ്യത്തോടവൻ ക്രിസ്റ്റീനയുടെ മേലുള്ള പിടിവിട്ടതും പടയെന്ന് പറഞ്ഞവൾ നിലത്തേക്ക് വീണു. നിലത്ത് വീണ് ശ്വാസം വലിച്ചെടുത്ത് കിടക്കുന്ന മോൾക്കരികിലേക്ക് ഓടിച്ചെന്ന് ജെസ്സി. ഈ പിറങ്ങിക്കോണം, തോളയുമ്പോൾ ഇവിടുന്ന്. ജെസ്സിക്കും ക്രിസ്റ്റീനക്കും നേരെ വിരൽ ചൂണ്ടി അവൻ പറഞ്ഞതും ജെസ്സിയുടെ തല അറിയാതെ തന്നെ പേടിയോടി കാട്ടി. ഇനിയും ഇവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ ജെസ്സി മകളെ താങ്ങി പിടിച്ച് പുറത്തേക്ക് നടക്കവേ, ഡീ നീയാ, നീ ഇനി കരയാൻ ഇരിക്കുന്നേ ഉള്ളൂടി. നീ ജയിച്ചു എന്ന് കരുതണ്ട. ആൽഫി ചായനപ്പം ഞെളിഞ്ഞു കയറി നിൽക്കുന്ന നീ എവിടുത്തെയാണെന്ന് നിനക്ക് അറിയാമോടി? ആർക്കുണ്ടായെന്ന് അറിയാമോ? നീ വലിയ വായിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ജൂലിയുടെ മകളല്ലടി നീ. അതറിയോ നിനക്ക്? പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ഉള്ളിലെ കലി തിളച്ചു കയറിയ നിമിഷം തിരിഞ്ഞു നിന്ന് ക്രിസ്റ്റീന അലറിയതും അടുത്ത സെക്കൻഡ് ആൽഫി ഒന്ന് തിരിഞ്ഞ് തന്റെ പുറം കൈ കൊണ്ട് ആഞ്ഞു വീശി. ക്രിസ്റ്റീന അടികൊണ്ട് വീണ് നിലത്തേക്ക് വീണു. അവളുടെ വായിൽ നിന്ന് കട്ട ചോര ചിതറി. വെറുതെ വാങ്ങുന്നോടി നായിന്റെ മോളെ. നിലത്ത് വീണ് കിടക്കുന്നവൾ നോക്കി വെറിയോടെ പറഞ്ഞ് അവൾക്ക് നേരെ മുന്നോട്ടായാൻ തുടങ്ങിയതും ആൽഫിയുടെ കയ്യിലൊരു പിടി വീണു. തിരിഞ്ഞു നോക്കിയവൻ കണ്ട് നിറകണ്ണുകളോടെ തന്നെ തുറച്ചു നോക്കുന്ന തന്റെ പെണ്ണിനെ. അവളിപ്പോ എന്താ പറഞ്ഞേ? വിറക്കുന്ന അതരങ്ങളോടെ ചോദിക്കുന്നവളെ കാണുകെ സ്തംഭിച്ചു നിന്നു പോയി ആൽഫി.